ഒരുപാട് നാളുകൾക്ക് മുമ്പേ ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കണ്ട ഒരു ഐറ്റമാണ് ഇത്. ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പം എന്തായാലും 2 പഴം ഇങ്ങനെ തൊലിയൊക്കെ കറുത്തത് ഇങ്ങനെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഞാലിപ്പൂവൻ പഴവും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇത് ഞാൻ തന്നെ തിന്ന് തീർക്കേണ്ടി വരും. ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ മക്കൾ കഴിച്ചോളും. അങ്ങനെ ഞാനിത് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റി. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ വേറൊരു കാര്യം, ഈ നല്ല പഴുത്ത ഏത്തപ്പഴം കൊണ്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൽ എണ്ണ കുടിക്കും. അപ്പോൾ അതേപോലെ ഇതിലും എണ്ണ കുടിക്കും എന്നുള്ള ആ ഒരു ഉറപ്പിൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കാനായിട്ട് നിന്നത്. അപ്പം കൊളസ്ട്രോളൊക്കെ ഉള്ളവർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ പഴമെല്ലാം ഉടച്ചതിന് ശേഷം മധുരത്തിന് വേണ്ടി 2 സ്പൂണ് പഞ്ചസാരയും മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പും പിന്നെ മണത്തിന് വേണ്ടി ഒരിത്തിരി ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ ഈ പഞ്ചസാര എല്ലാം അലിഞ്ഞ് വരുമ്പോൾ പഴം കുറച്ചൊന്ന് ലൂസായി വരും. അപ്പോൾ അപ്പോഴും നമുക്കിതിൽ 2 സ്പൂണ് കോൺഫ്ലോറും 1 സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് ഈ കൂട്ടൊന്ന് ടൈറ്റാക്കി എടുക്കണം. അപ്പം ഇനിയും അത് ടൈറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ 1 സ്പൂണ് മൈദമാവും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്കിവിടെ ഈ കോൺഫ്ലോറിലും അരിപ്പൊടിയിലും തന്നെ ഇത് പാകത്തിന് ആയി കിട്ടി. ഇനി ചൂടായ എണ്ണയിലോട്ട് 1 സ്പൂണിൽ കോരി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇത് തിരിച്ചിടാൻ നോക്കിയപ്പോഴത്തേക്ക് ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. അതിന് എൻ്റെ ചട്ടിയുടെ കുഴപ്പമാണോ എന്നെനിക്കറിയില്ല. എന്തായാലും ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ചൂടോടെ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റും നല്ല കരുകരുപ്പും ഉണ്ടായിരുന്നു തണുത്ത് കഴിഞ്ഞിട്ട് കഴിച്ചപ്പോൾ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഒന്നുണ്ടാക്കി നോക്കണേ. ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ഓടുന്നതിൻ്റെ രഹസ്യം എനിക്കിത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എങ്ങനെയുണ്ട് സ്പൂൺ പഴംപൊരി? സൂപ്പറല്ലേ?